ഹായ് സുരേഷ് ഏട്ടനാട്ടിൽ. ഇത് ശരിക്കും ഈ അടുത്ത് നമ്മുടെ പാലാ സെറ്റിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കുറച്ച് നേരത്തെ അവിടെ ചെന്നിരുന്നു. അപ്പം സുരേഷ് ഏട്ടൻ്റെ ഷൂട്ട് നടക്കുക. അപ്പം അദ്ദേഹം അവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊന്ന് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയത്. ഈ ചില ആളുകൾ പറയുന്നുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ജാടയാണ്. കണ്ടറിഞ്ഞ അടുത്തറിഞ്ഞ സുരേഷ് ഗോപി എന്താണ്? വളരെ പാവം മനുഷ്യനാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ നമുക്കറിയാലോ. അതെ. അപ്പം നേരത്തെ അന്ന് ഞാൻ വരുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹം ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഇപ്പം പൊസിഷൻ വേറെയാണ്. അതെ. എന്നിട്ടും എനിക്ക് കാണുന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാം. അപ്പം നമുക്കറിയില്ല അദ്ദേഹം നമ്മളെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ കാണാം, അല്ലെങ്കിൽ പിന്നെ വരും എന്നൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും കണ്ണി കളിച്ചൊന്ന് കാണാൻ ഒരു ആഗ്രഹത്തിന് പോയതാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നു വീട്ടിൽ. അപ്പം അദ്ദേഹത്തിന് അന്ന് ഷൂട്ട് ലേറ്റാണ്, കുറച്ച് കഴിഞ്ഞു. അപ്പം ചെന്നു, പി എ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണാൻ വന്നാൽ അപ്പോൾ ഇരിക്കുന്നു പറഞ്ഞു ഇരിക്കുന്നു. പിന്നെ സുരേഷ് ഏട്ടന് ഇന്ന് കാലെന്തോ വയ്യാണ്ടിരിക്കുകയായിരുന്നു, ഈ ട്രീറ്റ്മെൻറ്റിലങ്ങനെ. അപ്പം വന്നു. അയ്യോ എൻ്റെ ദൈവം, എനിക്ക് ആ പഴയ സുരേഷ് ഏട്ടനായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്തു. ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല, ഒന്നും തോന്നില്ല. എന്നിട്ട് എന്നെ ആവതും ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പം, കാരണം നമ്മുടെ ബാക്കി ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ചായയൊക്കെ തന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ അടുത്തറിഞ്ഞാല്. ഞാനതാ പറഞ്ഞ, ഇതൊക്കെ ഇങ്ങനെ ഇത് ആൾക്കാരുടെ അങ്ങൊരു അവരങ്ങ് ചിന്തിച്ചെടുക്കുകയാണ് ഇവരിങ്ങനെയാണ്. അങ്ങനെയല്ല, നമ്മളൊരാളെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് പറയാൻ പറ്റില്ല. പിന്നെ ചിലരുണ്ട് ഇതിനു വേണ്ടിട്ട് തന്നെ ഇരിക്കുന്നവരുണ്ട്. അതുണ്ട്, തീർച്ചയായിട്ടും. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അവരിങ്ങനെ തന്നെ പൊക്കോട്ടെ, നമ്മളായിട്ട് പോവുക.